ഈ അക്സ അത് നമ്മൾ ഈ വിഷയത്തിൻ്റെ ഒരു എൻഡിങ് പോയിന്റിലേക്കൊക്കെ എത്തുമ്പോൾ അതായത് എന്തുകൊണ്ടാണ് അക്സ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത്, മസ്ജിദുൽ അക്സ, അതിൽ ഫലസ്തീൻ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ സൂറ ഇസ്രാ അതിൻ്റെ ആ തുടക്കത്തിൽ 6 ആയത്തുകൾ 10 ആയത്തുകളൊക്കെ വെച്ചിട്ടാണ് പണ്ഡിതന്മാർ അതിനെ ഇങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ. ഇപ്പോൾ എല്ലാ മതങ്ങളും എടുത്തു നോക്കട്ടെ, ഈ സെമറ്റിക് മതങ്ങൾ എന്ന് പറയുന്ന കോലത്തിൽ യഹൂദ മതമാവട്ടെ, ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ഇസ്ലാം ആവട്ടെ, ഇതിലൊക്കെ മനുഷ്യവംശത്തിൻ്റെ അവസാനം, ഭൂമിയിലുള്ള അവസാനം എവിടെയാണ്? ആ സ്റ്റോറി പറയുമ്പോൾ എല്ലാത്തിലും ഉണ്ടാകുന്ന പ്ലോട്ട് എന്താണ്? ഫലസ്തീനാണ്. യഹൂദകളുടെ എന്താ ഈ മിശിഹ വരുന്നതാവട്ടെ, ക്രിസ്ത്യാനികൾക്ക് ഈ യേശുക്രിസ്തു അന്തിക്രിസ്തു ഇറങ്ങി വരുന്നതാവട്ടെ, മിശിഹൻ്റെ ആവട്ടെ, നമുക്ക് മസീഹിൻ്റെ ആവട്ടെ, ദജ്ജാലിൻ്റെ ആവട്ടെ, ഈസാ നബിൻ്റെ ആവട്ടെ, എല്ലാ കഥകളും നടക്കുന്നത് എവിടെയാണ്? ഓൾമോസ്റ്റ് എല്ലാ പ്രവാചകന്മാർ വരുന്നത് ഒക്കെ ഫലസ്തീനിലാണ്. അപ്പോൾ ഞാൻ എൻ സ്റ്റോറിനെ മാത്രം പറയട്ടെ. അപ്പോൾ എൻ്റെ സ്റ്റോറി നടക്കുന്നൊക്കെ ഫലസ്തീൻ. അതുകൊണ്ടാണല്ലോ സയനിസ്റ്റ് ക്രിസ്ത്യൻസ് ഉണ്ടാവുന്നത്. അവർക്ക് വളരെ തിയോളജിക്കലായുള്ള ഒരു പ്രശ്നം കാരണമാണല്ലോ അവർ ഇത്രയും ലോബി ചെയ്യുന്നത്, ഇത്രയും അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്നു, ഇത്രയും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ഈവൻ ദോ അവർ യഹൂദന്മാർക്കെതിരാണെങ്കിൽ പോലും അവരിതിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം പക്കാ തിയോളജിക്കലാണല്ലോ. അപ്പോൾ എല്ലാത്തിനും കോറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഫലസ്തീൻ. ഇങ്ങനെ കോഴ്സിൽ പറയും എല്ലാ ക്ലാസ്സിലും, നിങ്ങൾ പഠിക്കുന്നത് ലോകത്തിന്റെ എപ്പിസെന്റർ ആവാൻ പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ്, ലോകം മൊത്തം ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതകാലം ഇനി മരിക്കുന്നത് വരെ ഇതാണ് ലോകത്തിന്റെ സെന്റർ എന്നിങ്ങനെ തന്നെയാണ് ശരിക്കും. അപ്പം ഇതിൽ ഈ ലാസ്റ്റ് നമ്മളിങ്ങനെ എങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ. ഇപ്പം നേരത്തെ എനിക്ക് സത്യമാണ് ആ ഡൗട്ട് ഉണ്ടായിരുന്നിട്ടാ, ഈ പട്ടിണി പാവങ്ങളൊക്കെ കണ്ടപ്പോൾ എങ്ങനെയാണ് ഇത് ജയിക്കുക? ഒരു സംശയം ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, നിരാശ അല്ലെങ്കിൽ ഹോപ്പ്ലെസ്നെസ് എന്നൊക്കെ പറയൂലേ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് കളി കാണുന്ന നമുക്ക് വരെ ഈ ഹോപ്പ്ലെസ്നെസ് തോന്നുക. അപ്പോൾ കളിക്കളത്തിൽ നിന്ന് ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, സ്വന്തം വേർപ്പും ചോരയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെപ്പോഴും എത്ര ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നത്? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പക്ക അള്ള അങ്ങനെ വാഗ്ദാനം ചെയ്യപ്പെട്ട് കൊടുത്തതായിട്ട് ആ ഇസ്രായേലിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ ഈ സംസാരിച്ചിരുന്നില്ലേന്നാ എൻ്റെ എൻഡിങ്. ഇപ്പോൾ സൂറ ഇസ്രായേൽ ലാസ്റ്റിൽ വഖളൈനാ ഇലാ ബനി ഇസ്രായേല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈനി വലതഅലുന്ന ഉലൂവൻ കബീറ, 4ാമത്തെ ആയത്തിൽ ഇസ്രായേൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ യഹൂദന്മാർക്ക് 2 തവണ വലിയ ഫസാദ് അവർക്ക് ഉണ്ടാക്കും. അതിനുശേഷം അവർ ഉയർന്നു വരും. 2 തവണ ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ, 2 തവണ അവർക്ക് വലിയൊരു അടി കിട്ടും. അതായത് ഭൂമിയിൽ ഒട്ടുക്കും അവരെ തുടച്ച് കളയുന്ന രീതിയിലുള്ള വലിയൊരു പ്രഹരം അവർക്ക് കിട്ടും. പോലെ തഅലുന്ന ഉലൂവൻ കബീറ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഹിസ്റ്റോറിക്കലി അവർക്ക് സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിനെ വെച്ചുകൊണ്ടാണ് ഒരുവിധം പണ്ഡിതന്മാരൊക്കെ ഈ ഫലസ്തീനിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇങ്ങനൊരു ജനസൈഡ് നടക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒരു എന്തായിരിക്കും എന്നുള്ളതിനെ ആ നിലക്കാണ് വിശദീകരിക്കുന്നത് ഈ ആയത്ത്. അപ്പോൾ ഞാൻ ഈ ആയത്തിനെ മൊത്തത്തിൽ പണ്ഡിതന്മാരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, മുഫസ്സിരീങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത്, ഈ ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ പണ്ടുള്ള മുഫസ്സിരീങ്ങൾ, അതായത് നമ്മൾ ഇബ്നു കസീർ ആവട്ടെ, റാസി ആവട്ടെ, അവരുടെ ഒക്കെ തഫ്സീറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ പറയുന്നത് ഈ ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ എന്ന് പറയുന്നുണ്ടല്ലോ, 2 തവണ അവർ ഭൂമിയിൽ ആകെ ഡിസ്ട്രോയ് ചെയ്യപ്പെടും എന്ന് യഹൂദന്മാരെ കുറിച്ച് പറയുന്നത് അത് 2ഉം മുമ്പ് നടന്ന സംഭവങ്ങളാണ്. അത് റസൂലുള്ളാഹിക്ക് മുമ്പ് നടന്ന സംഗതി. ഒന്നാമത്തേത് നബുക്കദ്നസറിന്റെ കാലത്ത്, അതായത് ഈസാ നബിക്കും മുമ്പ് 60 വർഷം മുമ്പോ 600 വർഷം മുമ്പോ ഈസാ നബിക്ക് മുമ്പ് നടന്ന, അതായത് എന്താ അവര് ബൈബിളിലൊരു പേരുണ്ട്, എന്തോ ഒരു മലയാളത്തിൽ ഇതിലൊക്കെ തഫ്സീറുകളിലൊക്കെ കാണുന്ന നബുക്കദ്നസർ എന്നാണ്. അപ്പോൾ ആ രാജാവ് വന്നിട്ട് റോമൻ രാജാവ് വന്നിട്ട് അവരെ തകർത്തിടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സംഭവം വരുന്നത് ഈസാ നബിക്ക് ശേഷമാണ്. ഫലസ്തീനികൾ എന്ത് ചെയ്ത്, ഫലസ്തീനികളല്ല യഹൂദന്മാരെ ഇവിടുന്ന് ആട്ടിപ്പുറത്താക്കുന്ന സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഈ 2 പണ്ടത്തെ തഫ്സീറുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 പുറത്താക്കലുകളും മുമ്പേ നടന്നുപോയി എന്നാണ് പറയുന്നത്. പക്ഷേ മോഡേൺ തഫ്സീറുകൾ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഷാറാവി ആട്ടെ, കർദാവി അങ്ങനെ മോഡേൺ തഫ്സീർ എന്ന് പറയുമ്പോൾ കണ്ടംപററി തഫ്സീറുകളിലൊക്കെ വേറെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു മീനിങ്, പുതിയ മീനിങ് കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ പുതിയ മീനിങ്ങുകൾ പല ആയത്തുകളിലും കിട്ടും. അപ്പോൾ ഷാറാവി പോലുള്ളവർ, കർദാവി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ആയത്തിനെ വേറെ നിലക്ക്
അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രണ്ട് ഡിസ്ട്രക്ഷൻ യഹൂദന്മാർക്ക് സംഭവിക്കുന്നത്, ഒന്ന് റസൂലുള്ളാഹിൻ്റെ കാലത്താണ് സംഭവിക്കുന്നത്. ഇത് ബനു ഖുറൈദ സംഭവം, ഹശറിലൊക്കെ പറയുന്ന മദീനയിലുള്ള ബനു ഖുറൈദ ഗോത്രത്തെ അവിടുന്ന് നാട് കടത്തുന്ന അവരുടെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം ഇനി ഭാവിയിൽ വരാനിരിക്കുന്നതാണ്, യഹൂദന്മാരുടെ മൊത്തം ഡിസ്ട്രക്ഷൻ. അത് അള്ളാഹ് നൽകിയ വാഗ്ദാനമാണ്, അതെന്തായാലും നടക്കുക തന്നെ ചെയ്യും. വാഗ്ദാനം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം. ഞാൻ ഈ റമദാനിൽ തന്നെ ഇപ്പോൾ സൂറത്തുൽ ഖസസ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് സൂറത്തുൽ ഖസസ് അതിന് പഠിച്ചു, ഓർമ്മ ഉണ്ടാവും. തഫ്സീർ പഠിച്ചത് സൂറത്തുൽ ഖസസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ ഈ സൂറത്ത് എന്തൊക്കെയോ വേറെയും പറയുന്നുണ്ടെന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ഒരു സാധനം വായിച്ചിരുന്നു. ഇങ്ങനെ കുറച്ച് പണ്ഡിതന്മാരിങ്ങനെ ലെക്ചേഴ്സൊക്കെ കേട്ട സമയത്ത് ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ തീം എന്താന്ന് പറഞ്ഞാൽ സിഖ് വാദില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വാദിൽ ഉറച്ചു വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ നസ്ർ സഹായി പറഞ്ഞ പോലെ വിജയം വരും, അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കും എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ തീം. ഇതിലാണ് ഫിറൗൻ്റെ കഥ വരുന്നത്, ഈ ഖാറൂൻ്റെ കഥ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ ഖാറൂൻ്റെ കഥ വരുന്നുണ്ട്. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ ഏറ്റവും കൂടുതൽ വരുന്നത് ഖസസിലാണ്, ത്വാഹിലും ഖസസിലൊക്കെയാണ്. അപ്പോൾ ഈ സൂറത്ത് നമ്മളോട് ഇങ്ങനെ വിളിച്ച് പറയുന്നതോടെ നമുക്ക് തോന്നും മൂസാ നബിയെ അള്ളാഹു രക്ഷിച്ചതുപോലെ. എങ്ങനെ രക്ഷിച്ചത്? ഉമ്മൻ്റെ കഥ ഉണ്ട്, അവിടെ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ അവസാനം ഇന്നാ റാദ്ദുഹു ഇലൈകി വജഅലൂഹു മിനൽ മുർസലീൻ, തിരിച്ച് പ്രവാചകനായിട്ട് കൊണ്ടുവരുന്ന പറയുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ ഉണ്ട്. മക്ക വിട്ടു പോകുമ്പോൾ പ്രവാചകൻ ആ മണലിങ്ങനെ എടുത്തിട്ട് ഇത്രയും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മക്ക വിട്ടു പോകില്ലായിരുന്നു, ഇത്രയും പ്രിയപ്പെട്ട സ്ഥലമാണ് മക്ക. അങ്ങനെയുള്ള പ്രവാചകൻ പോകുമ്പം പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന വാക്കുണ്ട്, അവിടെ തിരിച്ചു കൊണ്ടുവരും, ഇതേ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് അവിടെ വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മോട് ഇങ്ങനെ ഉറക്കൻ ഈ ആയത്തുകൾ വിളിച്ചു പറയുന്നത് തോന്നും. മൂസാ നബിയെ അള്ളാഹു തിരിച്ചു കൊണ്ടുവന്നതുപോലെ, വിജയിപ്പിച്ചതുപോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ മക്ക ഫത്ഹിലൂടെ മക്കയിൽ എത്തിച്ചതുപോലെ ഫലസ്തീനികളെ വിജയിപ്പിച്ചിരിക്കും. അള്ളാഹുവിൻ്റെ വാക്കിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഈ സൂറത്തിൽ ഇസ്രാനെ അതിന്റെ സബബു നുസൂൽ പറയുന്നുണ്ട്. ഇസ്രാന്റെ സബബു നുസൂൽ ഇസ്രാ മിറാജാണ്. പക്ഷെ ഇസ്രാ മിറാജും മൂജിസത്താണല്ലോ. എന്താ മൂജിസത്ത്? മൂജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ അള്ള കൊടുക്കുന്ന കഴിവിനാണ് നമ്മൾ മൂജിസത്ത് എന്ന് അറിയാം. ഇസ്രാ മിറാജ് ആരാ കണ്ട്? ആരും കണ്ടില്ല, പിന്നെ അതെങ്ങനെ മൂജിസത്താവുക? അതിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അതായത് ആ ടൈം, ഇസ്രാ മിറാജ് ടൈമാണ്. അബൂ താലിബ് മരണപ്പെട്ടു, നബിക്ക് ആശ്രയത്തുള്ള ഖദീജ ബീവി മരണപ്പെട്ടു. അകറ്റി നിർത്തി സത്യവിശ്വാസികളെ, ഏതിനും തായ്വര അവിടെ പച്ചില തിന്ന് ജീവിക്കുക. ഫുഡില്ല, ഒന്നും കൊടുക്കില്ല, കച്ചവടമില്ല, എല്ലാ തരത്തിലും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി. ഇപ്പം ഗസക്കാരെങ്ങനെയാണോ ഒറ്റപ്പെടുത്തി, ഭക്ഷണം ഇല്ലാണ്ട് ഒറ്റപ്പെടുത്തിയത്, അതേപോലെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി തീർന്ന് വിചാരിക്കുക. കാരണം ഇനെന്താ ചെയ്യുക, ഒന്നും കിട്ടുന്നില്ല, ആരും ഒപ്പമില്ല. ആ സമയത്ത് അള്ളാഹു അറിയാണ് കൊണ്ടുപോവാണ്. എങ്ങനെ? ആദ്യം ഇവിടുന്ന് മസ്ജിദുൽ ഹറമെന്ന് എങ്ങോട്ടേക്ക് അഖ്സയിലേക്ക്. പണ്ഡിതൻ പറയുന്നുണ്ട് ഇതുവരെയുള്ള മൊത്തം പ്രദേശങ്ങൾ എൻ്റെ കയ്യിൽ വരും. അങ്ങനെ പറയുന്നത് അല്ല, ആലോചിച്ച് നോക്കാം. അതായത് എന്താണ് ആ യാത്രയുടെ മെയിൻ മോട്ടീവ്? എന്താണ്? അങ്ങോട്ട് ഏഴാനാകാശത്തേക്ക് പോവുക, എന്താ സ്വലാത്ത് വാങ്ങുക, പ്രവാചകന്മാരെ കാണുക, അതൊക്കെയാണ് സ്വർഗം നരകം കാണുക. പക്ഷെ എന്താ സംഭവിച്ചത്? ആദ്യം മക്കീന്ന് അക്സയ്ക്കാണ് പോകുന്നത്, അവിടുന്നാണ് പിന്നെ മുകളിലേക്ക് പോകുന്നത്. എന്തോ അക്കസിന്റെ മുകളിലാണ് എന്താ ഏഴാനാകാശത്തേക്കുള്ള പോർട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ. ഇസ്മായിൽ ഹനിയാന്ന് തോന്നുന്നു. ഇസ്മായിൽ ഹനിയാണോ അതോ യഹിയ സിൻവാറാണെന്ന് അറിയില്ല. എന്തിനാണ് അക്സക്ക് വേണ്ടി ഇങ്ങനെ പണിയെടുക്കുന്ന ചോദിക്കുമ്പോൾ ഒരു ചരിത്രം പറയാം, ഓർമ്മ പറയുന്നത്. അതായത് പണ്ട് ഞങ്ങൾ സ്കൂളിൽ ട്രിപ്പ് പോകും അക്സയിലേക്ക്. സിൻവാറാണോ ഹനിയാന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ ഉസ്താദ് എന്ത് ചെയ്തു, അക്കസ കാണിച്ചെന്നിട്ട് പറഞ്ഞു പ്രവാചകൻ ഹറമെന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് സ്വർഗത്തേക്ക് പോയി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സ്വർഗത്തേക്ക് ദുനിയാന്നുള്ള വഴി ഏതാണെന്ന് വെച്ചാൽ അത് ഈ അക്കസയാണ്. ശരിയല്ലേ ഒരു കണക്കിന് പറഞ്ഞാൽ. അപ്പോൾ അക്കസ അവിടെ തീർന്നു മാത്രമല്ല, അക്കസയിൽ വേറെ സംഭവം കൂടി നടന്നിട്ടുണ്ട്. നബി എല്ലാ പ്രവാചകന്മാർക്കും ഇമാമത്തായിട്ട് നിസ്കരിക്കുന്നുണ്ട്. അപ്പം എല്ലാ സമുദായങ്ങളും നിന്റെ പിന്നിലായിരിക്കും, നീ നയിക്കും. അള്ള കൊടുക്കുന്ന വാഗ്ദാണ്, ഉറപ്പാണ്. സംഭവിച്ചില്ലേ? എന്തായാലും നടക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡൗട്ട് അടിക്കും, ഇത് നടക്കുമോ? നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര പണിയാണല്ലോ. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു കഥയിൽ തന്നെ ചെറിയൊരു കഥ ഇങ്ങനെ പറയുന്നത്, സുറാഖന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. സുറാഖയെ നബി എന്താ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? വള കൊടുക്കുന്നു പറയുന്നുണ്ട്. എന്താണ് ഉറപ്പ്? സുറാഖ ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തുമ്പോൾ എനിക്ക് പിടിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് എൻ്റെ നാട്ടിൽ തിരിച്ചു പോകാൻ കഴിയില്ല, എന്തെങ്കിലുമൊക്കെ തന്നാലേ എനിക്ക് പോകാൻ കഴിയുള്ളൂ, കാരണം ഞാൻ നാട്ടിൽ നിന്ന്
അങ്ങനെയും ഇത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എഴുതാൻ പറഞ്ഞിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറഞ്ഞിട്ട് സിവാറൈ കിസ്ര എന്നിട്ട് ഒരു കത്ത് എഴുതുന്നുണ്ട്. അപ്പൊ ആ കത്ത് എഴുതി വാങ്ങിയിട്ട് സുറാക്ക പോവാണ്. എന്താ ഉറപ്പ്? പ്രവാചകൻ വാഗ്ദാനം കൊടുക്കുന്ന ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വാഗ്ദാനമാണ്. അപ്പൊ ആ വാഗ്ദാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാഹു വാക്ക് കൊടുത്തുകൊണ്ട്. അള്ളാഹുവിന്റെ ഉറപ്പിൽ പ്രവാചകൻ കൊടുക്കുന്ന വാക്ക്. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. അത് വള കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോഴാണ് കുറെ ആലോചിച്ചപ്പോഴാ കിട്ടി. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അതായത് നിങ്ങൾക്ക് ആ വാക്ക് തന്നിരിക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ ഇത് സംഭവിച്ചാണ്. തന്നെ വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദഈഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിഥീൻ. അങ്ങനെ ആക്രമിക്കപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അള്ളാഹു ഉയർത്തി കൊണ്ടുവരും. ഇത് ഉൾട്ടാക്കും. പറഞ്ഞില്ലേ ഈ ഹക്കും ബാത്തിലും ഇങ്ങനെ ക്ലൈമാക്സ് എത്തുന്നവരെ ഇത് ഇങ്ങനെ ഈ ഒരു അടുത്തായത് എന്താ അറിയോ? വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാൻ. ഫിർഔനെ ഹാമാനൊക്കെ കാണിക്കാൻ ചെയ്തതാണ് എന്നതുപോലെ കാണിപ്പിച്ചിരിക്കും. ഇത് കാണിപ്പിച്ചിരിക്കും. അതായത് സുന്നത്തുള്ളാന്റെ തെളിവാണ്. നിങ്ങളെ ചരിത്രത്തിൽ ത്രൂ ഔട്ട് ഏത് ചരിത്രം നോക്കുകയാണെങ്കിലും ഹക്കും ബാത്തിലും തമ്മിൽ സംഘടന സംഭവിക്കും. അതിൽ ആദ്യം ഹക്ക് തോക്കൂന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ ഹക്കിന്റെ ഭാഗത്താരാണ് ഇസ്തിഖാമത്തോട് കൂടിയിട്ട് സബറോട് കൂടിയിട്ട് നിലനിൽക്കുന്നത്. ഓൽക്ക് എന്താവും? അള്ളാഹു വിജയം കൊടുക്കുന്നില്ല.